So guys, welcome to the Cinema Maniac, and today we're going to talk about Star, directed by Ilan. അദ്ദേഹത്തിന്റെ തന്നെയാണ് സ്ക്രിപ്റ്റ്, പുള്ളിക്കാരൻ തന്നെയാണ് ഇതിന്റെ റൈറ്റർ ഡയറക്ടർ. അപ്പം ഇതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയാ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സിനിമാ മോഹം കൊണ്ട് നടക്കുന്ന ഒരു യുവാവ് സിനിമയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ പൊതുവെ പറയും നമ്മളുടെ ചുറ്റും നോക്കിയാൽ ആ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന അനേക ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ സിനിമാ മോഹം അല്ലെങ്കിൽ സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ള ആ ഒരു ആഗ്രഹം. അപ്പം അതാണ് ഇതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം അതാണ് പറഞ്ഞത് ഏറ്റവും എന്താ പറയാ റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ. ആൻഡ് ഇതില് നടന്ന് പറയുന്നത് കവിനാണ് ലീഡ് റോള് പ്ലേ ചെയ്തേക്കണേ, ഡാഡയിലെ ആക്ടർ. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മുടെ ലാലുണ്ട്, പിന്നെ രണ്ട് നടിമാരാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ ഒരു നടി, സെക്കൻഡ് ഹാഫിൽ ഒരു നടി, അങ്ങനെ രണ്ട് നടിമാരാണ്. പ്രീതി മുകുന്ദൻ, അതിഥി പുഹാങ്കർ, ഈ രണ്ടുപേരാണ് നടിമാര്. ഫസ്റ്റ് ഹാഫിൽ ഒരു നായിക, സെക്കൻഡ് ഹാഫിൽ ഒരു നായിക രീതിയിൽ അങ്ങനെ. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മൂവിയുടെ ടിപ്പിക്കൽ തമിഴ് സിനിമ. അതായത് നായികയുടെ പുറകെ നടക്കുന്ന നായകൻ, നായികയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന നായകൻ, നായികനെ എന്താ സ്പീച്ച് പറഞ്ഞ് വീഴ്ത്തുന്ന, മറ്റേ ഇത് എംപവർമെന്റ് സ്പീച്ച് പറഞ്ഞ് വീഴ്ത്തുന്ന നായകൻ. ആ ഒരു ലൈൻ കോളേജ് മുഴുവൻ നായകനെ റൊമാൻറ്റിക് ജെന്റിൽമെൻ ഹീറോ ആയിട്ട് കാണുന്നു. അതായത് ഒരു റെമോ ഡോൺ ട്രാക്ക്, അതാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. തുടക്കം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് കവിന്റെ ഒരു ചൈൽഡ്ഹുഡ് റോള് പ്ലേ ചെയ്തൊരു പയ്യനുണ്ട്. തുടക്കം ഒരു ഈ ഭാരതിയാർ, അതായത് തമിഴ് പോയിട്ടായി ഉണ്ടായിരുന്ന ഭാരതിയാറിന്റെ ഒരു എന്താ പറയാ ഒരു സംഭവം എനാക്ട് ചെയ്തുകൊണ്ട് ആ പയ്യൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതോടൊപ്പം തന്നെ കവിന്റെ ഒരു സ്കൂൾ സംഭവമാണെങ്കിലും വാരണമായിരം ഒക്കെ, ഇതിൽ വാരണമായിരം റെഫറൻസ് കുറെ ഉണ്ട്, അത് നമ്മൾ പറയും ഓൺ ദ വേ. അങ്ങനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ടിപ്പിക്കൽ തമിഴ് സിനിമ, അതങ്ങനെ അങ്ങ് പോയി. ഇവന്റെ കവിന്റെ ക്യാരക്ടറിന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. അവിടെ മുതലാണ്, അതായത് അത്ര നേരവും മൂവി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ലാണ്ട് ഈ ടിപ്പിക്കൽ തമിഴ് മൂവിയുടെ ട്രാക്കിൽ കൂടെ വളരെ പ്ലെയിനായിട്ട് ഒരു എന്താ പറയാ എൻഗേജിങ് ആയിട്ട് ഒന്നുമില്ലാണ്ട് അങ്ങനെ പ്ലെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു മൂവീനെ ആ ഇന്റർവ്യൂ സീൻ മുതല് ഇത് ഈ ലെവലിട്ട് എത്തുവാണ്. പിന്നെ അങ്ങോട്ട് ക്ലൈംബ് ചെയ്ത് തുടങ്ങുവാണ് മൂവി. എന്നിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു, കവിന്റെ ക്യാരക്ടറിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത് വരെ പിന്നെ ഈ ലെവലിലാണ് സിനിമ എന്ന് പറയുന്നത്. അതങ്ങനെ പിന്നെ വീണ്ടും ബാക്ക് ടു ഈ എന്താ പറയാ ക്ലീഷേ തമിഴ് സ്റ്റഫ്, റൊമാൻസ്. അതായത് എനിക്കിതില് ഫസ്റ്റ് ഹാഫിൽ റൊമാൻസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ റൊമാൻസ് ആണെങ്കിലും ഒരു രീതിയിലും വർക്കൗട്ട് ആയില്ല. എന്തിന് ഡയറക്ടർ ഇതിൽ റൊമാൻസ് അല്ലെങ്കിൽ ആ ഒരു ലവ് ട്രാക്ക് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഒരു രീതിയിൽ എനിക്ക് പേഴ്സണലി ആസ് എ പ്രേക്ഷകൻ എനിക്കത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല, ആ രണ്ട് ലവ് ട്രാക്കും. അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാരണമായിരം റെഫറൻസ്, അത് ഈ ആ ഒരു അതായത് കവിന്റെ ക്യാരക്ടർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണു, ആക്സിഡന്റ്, ഇതിന്റെ ഉള്ളിലാണ് ആ വാരണമായിരം റെഫറൻസ് വീണ്ടും വരുന്നത് ബോംബെയിൽ വെച്ച്. അത് സൂര്യയുടെ വാരണമായിരം കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, അറിയാത്തവരുണ്ടാവില്ല, അത്രയ്ക്ക് ഐക്കോണിക് ആണ്. സൂര്യയുടെ തലയിലെ ആ ഒരു തലയൊക്കെട്ട് അത് കറക്റ്റ്, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഒരു ബോംബെ സീക്വൻസിൽ ഡിറ്റോ സൂര്യ വിത്ത് തലയൊക്കെട്ട് അവിടെ എന്താ പറയാ യുവൻ ശങ്കർ രാജയുടെ ഒരു ട്രാക്ക് ഒരു നാൾ വരും പോളി ഉണ്ട്. ഈ മൂവിനെ കുറച്ചെങ്കിലും എൻഗേജിങ് ആക്കിയ ചുരുക്കം ചില ഫാക്ടേഴ്സിൽ ഒന്നാണ് യുവൻ ശങ്കർ രാജയുടെ ആ ട്രാക്കും ഈ പറഞ്ഞ വാരണമായിരം റെഫറൻസും ആ ഒരു സീക്വൻസും ആ ഒരു ഇന്റർവ്യൂ മുതൽ എന്താ പറയാ ആക്സിഡന്റ് ഉണ്ടാവുന്ന വരെയുള്ള ഒരു സീക്വൻസും ഒക്കെ. പിന്നെ ക്ലൈമാക്സ് നമ്മൾ പറയും. അങ്ങനെ അതങ്ങനെ അങ്ങ് പോയി. പിന്നെ വീണ്ടും ആക്സിഡന്റ് ഉണ്ടാവുന്നു, വീണ്ടും ആ ഒരു ഗ്രാഫ് താഴ്ത്തോട്ട് വരുന്നു. എന്താ പറയാ ബാക്ക് ടു ആ ഒരു ക്ലീഷേ തമിഴ് സ്റ്റഫ്. അങ്ങനെ എത്തി എന്താ പറയാ ക്ലൈമാക്സ് ആവുന്നു. ക്ലൈമാക്സ് പൊളിച്ചു. അതായത് വെട്രിമാരന്റെ ഒരു ക്യാമിയോ വരുന്നുണ്ട്, ആസ് ഹിംസെൽഫ് ദ മാസ്റ്റർ, അത് പൊളിച്ചു. അതായത് ഞാൻ പറഞ്ഞ ആക്സിഡന്റ് ഉണ്ടാവുന്നു, അപ്പൊ മുഖത്ത് ചില സ്കാർസ് ഉണ്ടാവുന്നു. ഡയറക്ടർ പറയാൻ ഉദ്ദേശിച്ചതാണ്, എന്തൊക്കെ നമുക്ക് ഫിസിക്കലി ഉണ്ടായാലും ആ ഒരു ആഗ്രഹം ലൈക്ക് മൂവിയോടുള്ള ആ ഒരു അഭിനിവേശം മനസ്സിലുണ്ടായാൽ അത് മതി നമുക്ക് വിജയിക്കാൻ. നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, നിർത്താണ്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അത് പൊളിച്ചു. ക്ലൈമാക്സ്
അതായത് ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കറിയാം, ലാലും കവിനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവിടെ മുതലാണ് വീണ്ടും ആ ഗ്രാഫ് വീണ്ടും പൊങ്ങി തുടങ്ങുന്നത്. ആൻഡ് മൂവി അവസാനിക്കുന്നത് വരെ ഇറ്റ് വാസ് അറ്റ് ദ ടോപ്പ്. പൊളി ക്ലൈമാക്സ് പൊളിച്ചടുക്കി. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു സിംഗിൾ ഷോട്ട്, ഒരു ലോങ് ഷോട്ട് ഒക്കെ ഉണ്ട്, വെട്രിമാരൻ ടൈപ്പ് ഒക്കെ പൊളിച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ. അങ്ങനെ പിന്നെ പെർഫോമൻസുകൾ പറയാനാണെങ്കിൽ 2 നായകന്മാർ ഒഴികെ ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറയാ, അതിഥി 2 പേരും, ഈ അതിഥി ആളാണെങ്കിലും അതുപോലെ തന്നെ പ്രീതി ആയാലും, അതിഥി ബുഹാങ്കർ ആയാലും പ്രീതി മുകുന്ദനായാലും നല്ല ഓവർ ആക്ടിങ് ആയിരുന്നു. അതായത് കട്ടയ്ക്ക് ഓവർ ആക്ടിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലവ് ട്രാക്ക് എനിക്ക് ഒരു രീതിയിലും കണക്ട് ചെയ്തില്ല. അങ്ങനെ ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്ത്, ബാക്കി എല്ലാവരുടെയും നന്നായിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ലാലായാലും കവിന്റെ അമ്മ ക്യാരക്ടർ, സഹോദരി ക്യാരക്ടർ ആയാലും, പിന്നെ കവിനായാലും ആളുടെ ബെസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ആവുമ്പം പുളിയാണ്. എന്താ പറയാ, ഒന്നും പറയാനില്ല, അത്ര പുളിയുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നൊരു, ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത്, അതായത് ആ കവിന്റെ ക്യാരക്ടറിന് ആക്സിഡന്റ്, ഇന്റർവ്യൂ മുതൽ ആക്സിഡന്റ് ആവുന്നത് വരെയുള്ളൊരു സീക്വൻസ് അത്യാവശ്യം നല്ലോണം ഡെവലപ്പ് ചെയ്ത് ആ ക്ലൈമാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തൊക്കെ നല്ലോണം ഒന്ന് കുറച്ചുകൂടെ നല്ലോണം ഈ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞെടുത്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. അപ്പം സ്ക്രിപ്റ്റിങ് പാളിപ്പോയി. അപ്പൊ അങ്ങനൊരു സ്ഥലത്തേക്ക് കവിന്റെ പെർഫോമൻസ് വരുമ്പം അതിനൊരു മീനിങ് ഇല്ലാണ്ടാവുകയാണ്. കാരണം ആൾ അത്രയും നന്നായിട്ട് ആൾ പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പെർഫോമൻസിന് ഒരു മീനിങ് ഇല്ലാണ്ടാവുകയാണ് ഈ ഒരു പ്രശ്നം കൊണ്ട്. അങ്ങനെ അല്ലോ പെർഫോമൻസ് അങ്ങനെ ഈ 2 നായികമാരും ഒഴികെ ബാക്കി എല്ലാവരും നന്നായിട്ട്. അങ്ങനെ സോ ഇൻ ഷോർട്ട് ഇത്രയാണ് പറയാനുള്ള. എന്താ പറയാ, ആ ഒരു ആക്സിഡന്റ്, ഇന്റർവ്യൂ മുതൽ ആക്സിഡന്റ് വരെയുള്ള ആ ഒരു സീക്വൻസും എന്താ പറയാ ക്ലൈമാക്സും യുവൻ ശങ്കർ രാജയുടെ ട്രാക്കും വാരണമായിരം റെഫറൻസും ഒക്കെ ഉള്ളത് കൊണ്ട് കണ്ടിരുന്നൊരു മൂവി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്റ്റാർ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ്.